രാജ്യത്ത് SIR നടപടി വ്യാപകമായി നടപ്പിലാക്കുന്നത് BJPക്ക് കൂടുതൽ വിജയസാധ്യത ഗ്രൗണ്ടിൽ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗിമിക്സ് ആണ് എന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് നിരവധിയായ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ SIR നടപടിയിലൂടെ ഒഴിവാക്കപ്പെടുന്ന വോട്ടർമാരുടെ എണ്ണം നോക്കുമ്പോഴാണ് BJPക്ക് സാധ്യതയില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും ചില പ്രദേശങ്ങളിൽ അവർക്ക് രണ്ടാം സ്ഥാനമോ ക്രമാതീതമായി വോട്ട് ഉയരുന്നതോ എന്തുകൊണ്ടാണ്? അവിടെ കുറച്ചുകൂടി വിജയത്തിന് അനുകൂലമായ ഘടകം ഒരുക്കി കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഗിമിക്സും ഇതിനോടകം തന്നെ വ്യക്തമാവുകയാണ്. ആസാമിൽ ഭരണത്തുടർച്ച ഉണ്ടാക്കാൻ ഏത് നെറികെട്ട നയവും അത് കൃത്യമായി നടപ്പിലാക്കാനാണ് ഇലക്ഷൻ കമ്മീഷനോട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആഗ്രഹങ്ങൾ അത് ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം, എപ്പോഴൊക്കെ വോട്ടെണ്ണൽ പ്രക്രിയ നടത്തണമെന്നുള്ളതുൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിരവധിയായ പദ്ധതികൾ അതിന്റെ തറക്കല്ലിടിയിൽ ഉൾപ്പെടെ അതൊക്കെ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവം അത് മനസ്സിലാക്കി അതിനുശേഷം വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്ന സമയമാണിത്. എന്നാൽ പല ഘട്ടങ്ങളിലായി നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പുതുച്ചേരി ഉൾപ്പെടെ 5 പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ വെസ്റ്റ് ബംഗാളും ആസാമും ഒരു ഫേസിലേക്ക് പോകുമ്പോൾ കേരളവും തമിഴ്നാടും പുതുച്ചേരിയും മറ്റൊരു ഫേസിലേക്ക് പോകുന്ന രീതിയിലേക്കായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തുക. അതായത് സാധാരണഗതിയിൽ 5 പ്രദേശങ്ങളിലെയും വോട്ടെടുപ്പും വോട്ടെണ്ണലുമൊക്കെ ഏപ്രിൽ മെയ് മാസം അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ദശാബ്ദത്തോളം കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കളി പാടെ മാറ്റിക്കൊണ്ട് BJPക്ക് അധികാരത്തിൽ വരാൻ എളുപ്പം ഏതൊക്കെ രീതിയാണ് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ബംഗാളിൽ വിടക്കാക്കി തനിക്കാക്കാൻ സുവേന്ദു അധികാരിയെ ചുമതലപ്പെടുത്തി അവിടെ വ്യാജ ഏറ്റുമുട്ടലുകൾ വരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുണ്ട്. വ്യാജ ഏറ്റുമുട്ടലുകളും ആസൂത്രിത പദ്ധതികളുമൊക്കെ ഗുജറാത്തിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് സമൻസ് കൃത്യമായി നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗതി എന്താണെന്ന് നമുക്കറിയാം. സത്യസന്ധരായവർ ഈ രാജ്യത്ത് എന്നും തേജോവധപ്പെടുന്നതും അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കുടുംബത്തെ നശിപ്പിക്കലുമൊക്കെയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഘട്ടങ്ങളിൽ ഇലക്ഷൻ നടത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.